അപ്പോൾ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇതൊന്നും പെട്ടെന്ന് എടുക്കണ്ടാത്തതാണ്, അതുകൊണ്ട് ബാക്കിൽ വെക്കാം. ആദ്യം എടുക്കേണ്ടത് മുമ്പിലേക്ക് വെക്കാം. നല്ലോണം സർവീസ് ചെയ്തുകൊണ്ട് നല്ല വൃത്തിയായതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലല്ലേ? പിന്നെ ഉമ്മ തരുന്നത് ഇതെന്ത് ചെയ്യോ ഈ ബോക്സ്? ഇത് മോളെ കാറ്റി വെച്ചാലോ? വേറെ ട്രോളി എടുക്കണോ? ട്രോളി കയറ്റി വെക്കണ്ട, ട്രോളി കുറച്ച് തുണി വെച്ച് അതുവേ വേണ്ടി വന്ന എടുക്കാൻ. ഇവിടെ വെച്ച് വെക്കാല്ലേ? ഇതെന്തായാലും പിന്നെ നിർബന്ധമുള്ള സാധനമാണ്. ഇതും പിന്നെ ഇതും വേണ്ടി വരും. ഇത് ആദ്യം എടുത്തുണ്ടാക്കും അല്ലേ? അപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട്. ബേബീൻ്റെ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇനി ഇപ്പം അർജൻറ്റ് മാണ്ടിയ സാധനം ഇവിടെ സീറ്റിൽ വെക്കാം. ഇത് അർജൻറ്റ് മാണ്ടിയ വേഗമാണ് കേട്ടോ. ഇല്ലെന്നാ ഉമ്മാൻ്റെ ടോപ്പും ജീൻസും അല്ല ഇല്ലാത്ത? ഇതെന്താ പാത്രങ്ങളാ? കൺട്രോള് കഴിഞ്ഞിട്ടാ. ഇനി അടുക്ക് അങ്ങോട്ട് വരാം. ഞാൻ ഇത് ഇറങ്ങി വെച്ചിട്ട് ഒന്ന് കാണും അടുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, അനിയൻ നാട്ടിൽ നിന്ന് ഇതാ വന്നിക്ക്. ഓനെ കൂട്ടാൻ പോവാൻ കേട്ടോ. ഇവിടെ നിന്ന് എത്തിക്ക് 6 മണിയായി. അസ്സലാമു അലൈക്കും. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സുഖമുണ്ട്. ചാക്ക് പിടിച്ച് ഇത് നല്ല എത്ര വെയിറ്റ് ഉണ്ട് അല്ലേ? ഇതെന്താ നേരിയ അരിയാറ്റാ? പൊന്നിയല്ലേ? ഓക്കെ. ഫോൺ ഓഫ് ആയിക്കണ്ടേ കൊടുങ്ങുവല്ലേ? ഈ ചാക്കുള്ള കാര്യം എന്നാൽ അങ്ങോട്ട് വണ്ടി എടുത്ത് വരുവായിരുന്നു. അതെന്താ ലൊക്കേഷൻ അപ്പുറത്തായി കാണിക്കുന്നേ? ലൊക്കേഷൻ അയക്കണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റൂം. ഇതാ കുമ്പളല്ലേ? ഇതാ കുമ്പളം എന്നുള്ളത് എനിക്കറിയാം. ഇവള് പറഞ്ഞു പച്ച കുമ്പളം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു പച്ച കുമ്പളം നോട്ടെ. എന്നിട്ട് ഒരു തന്നത് ഇളവനാ അല്ലേ? ഇവിടെ ഇളവനാ കുമ്പളം എന്ന് പറയാ? ശരി. ഞാനിത് റിട്ടേൺ കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നേരം പോയി പോയാ ഒരു മോശമാണല്ലോ. ഒന്നും ഇല്ലാണ്ടായി പോയാ അത്? മോരോ? ഇത് പേക്കാക്കുവാനാ? അങ്ങനെ എത്ര മാസാ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ്? 3-ാം മാസം മുതൽ ഉപയോഗിച്ച സാധനമാണിത്. ഭയങ്കര ഉപകാരമുള്ള ഐറ്റമാണ് കേട്ടോ ഇത്. ഇനി മുതൽ ഇത് ഞാൻ ഉപയോഗിക്കും. എന്താ അത് കിടക്കുമ്പോൾ ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് വീണുകൊണ്ടിരിക്കുക. ഞാൻ ഇതിൻ്റെ നടുക്കായി ഇനി ഉണ്ടാകുക. എന്താ അടിപൊളിയായിക്ക്. എന്തായാലും അന്ന് ഇത് വാങ്ങുക അല്ലേ? നിലത്ത് എന്തായാലും അന്നിന് വാങ്ങാൻ വിചാരിച്ച നല്ലൊരു തീരുമാനമായിരുന്നല്ലേ? എന്തായാലും അതെ 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 അതെ. ചിലറിയായിരിക്കും വെറുതെ എന്തിനാ 2 തലക്കാണി വെച്ചാൽ പോരാ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇത് ശരിക്കും ഉപകാരം തന്നെയാണ്. അത് പിന്നെ ഒരു പ്രഗ്നൻറ്റ് വുമണിനെ അത് മനസ്സിലാവുള്ളൂ. അവിടെ എല്ലാവരും വാങ്ങിക്കൊടുത്തേക്ക്. ഇത് നമുക്ക് പിന്നെ ഗിവ് അവേ കൊടുത്താലോ? എന്താ എന്താ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 3 ലക്ഷം ഫോളോവേഴ്സ് ആയാൽ ഇത് തരാമെന്ന് പറഞ്ഞാലോ നമുക്ക്? ആണോ? വേണ്ട, ഒരാൾ ഉപയോഗിച്ചല്ല, അപ്പോൾ ഒരു മടി ഉണ്ടാവുമല്ലോ അല്ലേ? അതെ, അതുകൊണ്ട് അലക്കാൻ കഴിയുമോന്ന് അറിയില്ല. ഇത് അലക്കാൻ പറ്റൂലല്ലോ. പറ്റുമോ? ഇങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഇതാ ഇഞ്ച പഞ്ചാബി. മുത്തൊക്കെ ഉണ്ട് അല്ലേ? ഷാറായിക്കല്ലോ. എന്നാ ഇതിട്ട് പോവാ ഇന്ന്. ഇതാ ഇതാരാ തന്നേ? ആരോ തന്നതാ? അതാരേനു? എനിക്ക് പർദ്ദ ഗിഫ്റ്റ് തന്നേരായില്ലേ അല്ലേ? എന്തായാലും പർദ്ദ എനിക്കും പഞ്ചാബി എനക്കും ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ച്. ഉഷാറായിക്കട്ടോ ഇത്.
സ്റ്റാൻഡേർഡ് ഉണ്ട്. അതെ അതെ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ മുത്തും കൂടി ആയാലും ശരിയായ സ്റ്റാൻഡേർഡ് ആയിക്ക്. എന്താ എൻ്റെ ചിരി. അപ്പോൾ നമ്മൾ പിന്നെ സാധനങ്ങളൊക്കെ കുറേ എടുത്ത് വെച്ച് ഇവിടെ ഓരോന്നൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കുകയാണ് കേട്ടോ. ഒരു 10 മണി 10:30 ആകുമ്പോഴേക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങണം. പിന്നെ അനിയൻ വന്നങ്ങൾ കണ്ടല്ലോ, ഉപ്പയും അങ്ങനെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ വൈകുന്നേരത്തേക്കെല്ലാം എത്തും. അപ്പം എല്ലാം കൂടെ ഉള്ളൊരു ബേജാറ് ഓട്ടവും കാര്യങ്ങളൊക്കെ ആണ്. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഓരോന്നിനെ ഇങ്ങനെ കാണിച്ചു തരാമെന്നേ ഉള്ളൂ. പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ എടുക്കലൊന്നും ഇതിലുണ്ടാകില്ല. കാരണം എന്നാ എടുക്കണ്ടേന്ന് ആക്കണ്ടേന്ന് തിരിയാത്തൊരു സ്ഥിതിയാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്താ ഇന്നോ ഇനി കമ്മലില്ല എന്നുള്ളതൊന്നും ഷാളിട്ടാ തിരിയൂല. അത് ശരി. ഇനി അല്ലെങ്കിൽ കമ്മൽ കാണലുണ്ടായിനോ ആദ്യം? പിന്നെന്താ, മുഖത്തിനൊരു തിളക്കം കൂടിയേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയാണ്. അവിടെ എത്തിയിട്ട് ഇന്നലെ പിന്നെ നിർമ്മല ഹോസ്പിറ്റലിലേക്ക് അർജൻറ്റ് ആയിട്ട് പോകാൻ പറഞ്ഞെന്നുള്ള വീഡിയോ കണ്ടേരം കുറേ ആള് പിന്നെ അതിൽ കമൻ്റൊക്കെ കണ്ടിരിക്കും. നിർമ്മലയിലാണോ പ്രസവം, കോഴിക്കോട് നിർമ്മലയാണോ, വെള്ളിമാട് കുന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. വെള്ളിമാട് കുന്നൊന്നും അല്ല കേട്ടോ. ഇവിടെ പിന്നെ മൂവാറ്റുപുഴ നിർമ്മല ഹോസ്പിറ്റലുണ്ട്. അവിടെ ഒരു ടെസ്റ്റിനായിട്ട് പോയി തിരിച്ച് വന്ന് അവിടെ ഒരു കാർഡിയോനെ കാണിച്ചിട്ട് അല്ലേ ഒരു ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ ടെസ്റ്റ് ചെയ്ത് തിരിച്ച് വന്ന്, വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ സബൈൻ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കാണിക്കുന്നത്. അവിടത്തേക്ക് അവിടെയാണിപ്പോൾ അഡ്മിറ്റ് ആവാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഹോസ്പിറ്റലിൽ അത്രയും നമുക്ക് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്ത, അത്രയും നമുക്ക് നല്ലത് ചെയ്തൊരു ഹോസ്പിറ്റലായത്. ഇവിടുത്തെ നേഴ്സുമാരായിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ. മിന്നുവിന് ഈ കാഴ്ച പരിമിതി എന്നുള്ളൊരു വിഷയം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ പ്രയോറിറ്റി കിട്ടാറുണ്ട്. മിന്നുവിന് നല്ല ഡിഫറെൻ്റ്ലി ഏബിൾഡായ ഭിന്നശേഷിയുള്ള ഏതൊരാളുടെ ട്രീറ്റ്മെൻറ്റിന് വന്നാലും അവർക്ക് പരിഗണന കുറച്ച് എക്സ്ട്രാ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില സമയത്ത് ഒരുപാട് ക്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആളാകുമ്പോൾ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അതൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ബാക്കിയൊക്കെ ഇനി അവിടെ എത്തിയിട്ടില്ലേ, റൂം കിട്ടിയിക്കോ, റൂമൊക്കെ ഏൽപ്പിച്ച് വന്നിക്ക്. റെഡിയായോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ചെന്ന് നോക്കാം. എന്താ പറയാനുണ്ടോ? എല്ലാവരും ദുആ ചെയ്യുക കേട്ടോ. ഓക്കെ, ഒരുപാട് ആൾക്കാർ ഒരുപാട് നേർച്ചകളൊക്കെ ചെയ്തിട്ട് നമ്മളോട് പോണേന്നൊക്കെ വിളിച്ചു പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ സ്നേഹം എപ്പോഴും വേണമെന്ന് മാത്രം എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാട്ടെ. എല്ലാവരോടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ പോവുകയാണ്. സാധനമൊക്കെ എടുത്ത് വെച്ചാൽ അല്ലേ, അതിനൊന്നും വെക്കാനില്ലല്ലോ. പിന്നെ എനിക്ക് ചിരി വരുന്നില്ല. ഒന്ന് ചിരിക്ക്. ഇറങ്ങിക്കോ, 3ാമത്തെ ഫ്ലോർ എത്തി. നല്ല ഇറങ്ങിക്ക. വാ, ഒരു ടോപ്പ് വിറ്റ അങ്ങക്ക് പറഞ്ഞു തരട്ടോ എന്താന്ന്. റൂമിലെത്തട്ടെ ആദ്യം. അപ്പൊ റംലത്താ, ശരിയായ കോമഡി എന്നല്ല നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പൊ ഇറങ്ങി ഇവിടുന്ന് പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോ റൂമായില്ലാന്ന്. അപ്പൊ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് കാരരുത് അമ്മ പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോകുന്ന അറിയാണ്ട് അവിടെ നിന്ന് മനസ്സിൽ തിരിച്ച് റൂമക്കാർ, അതായത് ഇറങ്ങിയാ പിന്നെ കാരറുന്നാ പറഞ്ഞ ഇവള്. ഓ, അമ്മ വീട്ടിലുണ്ട്. പിന്നെ അവിടെ കറണ്ടും ഇല്ല. എടാ അതെന്തേ? അത് ശരി. എന്നാ പിന്നെ വേറെന്താ, എന്നാ റൂമിലേക്ക് പോവല്ലേ? റൂമായിട്ട് വിളിക്കൂന്നാ പറഞ്ഞേ. അതെന്തായാലും കുറച്ച് ഒരു അറിയില്ല സമയം. അതെ, എന്തിനാ ഇങ്ങോട്ട് വരുന്നെന്ന് വിചാരിച്ചില്ല. ഇവരിവിടെ അടുത്ത് വീടെല്ലാം എടുത്തിട്ട് എന്തിനാ പോലെ അനക്സിൽ വന്ന് ഇങ്ങോട്ട് എന്തായാലും കുറച്ച് ഇവള് ചിരിച്ചല്ലോ. ഉമ്മയാ എവിടുന്ന്? വീഡിയോയില് അങ്ങനെ. അതെ അതെ, ഇവിടുന്ന് ഒരു 100 മീറ്റർ. 100 അല്ല, ഒരു കളക്ടർ റോഡില്ലേ,
ആ റോഡാ. ഇത് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് പിന്നെ 1 വർഷത്തോളമായി. 1 വർഷമൊന്നുമല്ലല്ലോ, 2 വർഷമായി നിങ്ങളെ കാണുന്നത്. ആണോ? ആ, ഇത്ര പെട്ടെന്നല്ലേ. പെട്ടെന്ന് പോയി. അപ്പൊ 2 വർഷം മുമ്പുള്ള റംലത്തല്ല ഇപ്പൊ നല്ല അടിപൊളി ഉഷാറായിക്ക്. അതെ, അങ്ങനെ ആയിരിക്കണം. ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ട് അല്ലേ? ഹാപ്പി ആയിട്ടല്ലേ ആ, ഹാപ്പി എപ്പോ ഉണ്ട്, ശരിക്കും കുഴപ്പമൊന്നുമില്ല. അതെ, എന്നാ പോവാ. ഓക്കെ, ഇനിയിപ്പോ റംലത്ത് നല്ല റൂം തരും കേട്ടോ, നല്ലോണം സുഖിപ്പിച്ചിക്ക്. ഇതാണ് കേട്ടോ നമ്മളെ അനച്ചിലെ റൂം. അപ്പോൾ ഞാൻ നിങ്ങളാരോ പിന്നെ ഓനെന്താ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചു. ഞാൻ രസത്തിന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് സാധാരണ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി അങ്ങനെയാണല്ലോ പോകാനുണ്ടാവുക അല്ലേ. പക്ഷെ ഞാനിവിടെ നിന്ന് അന്വേഷിച്ചിട്ട് വൈകുന്നേരം വന്ന് അഡ്മിറ്റ് ആയാൽ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചു രാവിലെ വരേണ്ട വരുമെന്ന്. അങ്ങനെ വന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഓരോ പിന്നെ ഇതാണല്ലോ നമ്മളെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെ ഇറങ്ങുന്നത് നല്ലതല്ല എന്നാണ് ഒരിക്കലും അതിന് നിൽക്കരുത്. അതൊന്നും വിഷയമില്ല എന്നുള്ള മൈൻഡാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മളെ ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചാണ് നമ്മളതൊക്കെ തീരുമാനിക്കേണ്ടത്. അതിനിപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ മൈൻഡ് അങ്ങനെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് നല്ലൊരു ദുആ ചെയ്യട്ടോ. അതിനൊരു കുറവും വരുത്തരുത്. എന്താ പിന്നെ ഞാൻ പോയി കഞ്ഞി എടുത്ത് വരട്ടെ. എന്നാൽ കഞ്ഞി ഓറഞ്ചും ഒക്കെ പിന്നെ ബിരിയാണിയോ? ബിരിയാണി വേണോ? ആണെങ്കിൽ എന്ത് വേണമെങ്കിലും ഇനി പറഞ്ഞോ, എന്ത് ഫുഡ് വേണമെങ്കിലും. ഇന്ന് ഇഞ്ച ദിവസം റൂമിലേക്കില്ലേ? പെയിനായിട്ടുണ്ടോ? ഒന്ന് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോണോ? പറഞ്ഞോളെ, അങ്ങനെയല്ലാന്ന് പ്രശ്നമില്ലേ. നോക്ക്, കുറച്ച് നോക്ക്. അങ്ങനെ നമ്മൾ ബാങ്ക് താഴേക്ക് ഇറങ്ങാം കേട്ടോ. ഞാൻ വണ്ടി പോയിട്ട് ഇപ്പം അടുത്തേരം പോണോ അല്ലെങ്കിൽ അത് വേണോ? കഞ്ഞി വേണല്ലേ? പോകുന്ന പ്രശ്നമുണ്ടോ? അല്ല കുറച്ച് നേരം നോക്കിയിട്ട് പോണോ? എന്നാ ഞാൻ നമുക്ക് പോയിട്ട് കഞ്ഞിയോ അതെല്ലാം എടുത്ത് വേഗം തരാം. വാ. എന്നാ ഓൻ കൊണ്ടുവന്ന അരി എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇപ്പൊ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇതാണ് പൊന്നി അല്ലേ? ആ, ചെറിയ അരി അല്ലേ? കുറച്ച് ഇടങ്ങാറായിക്കുണ്ടാവല്ലോ ഇങ്ങ് എത്തിക്കുമല്ലേ? 5 കിലോന് ഇത്ര വെയിറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ തിന്നെ 6 മണിക്കൂറാ? 6 മണിക്കൂറാവും കൊണ്ട് ഇടങ്ങാറായിക്കില്ല. ബസ് എത്ര മണിക്കേനു? ബസ് 10:30 1 മണിക്കൂർ ലേറ്റ്. ആ, ശരി. കുറെ ആൾക്കാർ ഇങ്ങനെ അനിയൻ അവിടെ പോയി എന്നെല്ലാം ചോദിക്കലുണ്ട് കേട്ടാ. അപ്പോൾ അറിയാത്തവർക്ക് ഇതാണ് എൻ്റെ അനിയൻ. ഓനിപ്പോ BEd ഫൈനൽ ലാസ്റ്റ് സെം അല്ലേ? ആ, ഇപ്പൊ ട്രെയിനിങ്ങിലൊക്കെയാണ് നാട്ടിലൊക്കെ. അതും കൂടെ കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ടീച്ചറായി അല്ലേ? അതെ. ഇൻഷാ അല്ലാഹ് എല്ലാം പെട്ടെന്ന് സെറ്റാകട്ടെ. എനിക്ക് എന്നാ വേണ്ടേ? വെള്ളം വേണ്ടേ? ചൂടുവെള്ളം എടുക്കട്ടെ? ഇനി വെള്ളം കൊണ്ടുവന്നില്ലല്ലോ? മറ്റേത് എടുത്തിട്ടുണ്ടായിരുന്നോ? അയ്യോ, ക്യാനിലുള്ള വെള്ളം മതിയോ? ഏത്? ആ, അവിടെ തണുത്ത വെള്ളം ഉണ്ടല്ലോ അല്ലേ പറഞ്ഞ പോലെ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റിസപ്ഷനിൽ വിളിച്ചിട്ടുണ്ട്. റൂം റെഡിയായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം റിസപ്ഷനിലേക്ക്. എന്നിട്ട് അവിടുന്ന് നമ്മളെ റൂമിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് കേട്ടോ. അനിയൻ പോയിട്ടില്ല. ഓന് ഞാനിങ്ങനെ പോയത് സാധനമെല്ലാം കൊടുത്തു. ഓന് വെളിച്ചെണ്ണ വാങ്ങുന്ന കടയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ട് എന്നപ്പോഴാണ് റിസപ്ഷനിൽ വിളിച്ചത്. പിന്നെ ഇനി റെഡിയാ പോകല്ലേ? അതിൻ്റെ ഇടയ്ക്ക് മുടിയൊക്കെ വാരുക. പൗഡറെല്ലാം ഇടുന്നുണ്ട്. ഇനി മേക്കപ്പ് ഇടരുത് എന്ന് പറഞ്ഞു കേട്ടോ. ആ, അതുകൊണ്ടാ? നമുക്ക് 3ാമത്തെ ഫ്ലോറിൽ പോണ്ടേ? റംലത്താണോട് പറഞ്ഞണ്ടേ? സമയം എടുക്കണ്ടേ? ഏതില്ലേ? അതിൻ്റെ
ഏതാ ഫുഡ് കഴിച്ചാ? ഓ എന്നാ വേറെ ഉമ്മയൊക്കെ ഉണ്ട്. പോട്ടെ. മേടിക്കട്ടോ. അതെ ഇൻഷാല്ലാ ദുആ ചെയ്യ്. ഇനി നേരെ റിസപ്ഷനിലേക്കല്ലേ? ഇതാണ് നമ്മളെ റൂം. ലൈറ്റ് ഒന്ന് ഇടട്ടെ. ഓക്കെ, റൂം എങ്ങനെയുണ്ട്? അടിപൊളി റൂമാണ് കേട്ടോ. എന്തായാലും 4th ഫ്ലോറിൽ എങ്ങനെയെങ്കിലും കിട്ടണേന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ കിട്ടിയില്ലേ? ആളെ വിഞ്ഞുകൊണ്ടില്ലേ? അതെ ഓക്കെ. അപ്പോൾ ഇതാണ് റൂം. നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു കട്ടിലുണ്ട്, എനക്ക് കിടക്കുക. ഇതാ ഇവിടെ ഒരു ചെയർ. പിന്നെ ഇത് നല്ല പൊക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കട്ടിലാണ് കേട്ടോ. പിന്നെ ഇതാ ഫുഡ് കഴിക്കാനുള്ള ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഇതിങ്ങനെ എന്താ പൊക്കാനൊക്കെ പറ്റും. അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇവിടെ നമ്മളിവിടെ കബോർഡൊക്കെ ഉണ്ട്. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കാം. ഓക്കെ, 3 ഷെൽഫുണ്ട്. ബാത്റൂം നോക്കാം നമുക്ക്. ബാത്റൂം സെറ്റാണ് കേട്ടോ. ഹാൻഡിലൊക്കെ ഉണ്ട് ഒരു സപ്പോർട്ടിന്. എന്തായാലും ഹെൽപ്ഫുള്ളാണ്. സിസേറിയനൊക്കെ കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു സപ്പോർട്ടിന് അങ്ങനെ പിടിക്കാനുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയ കബോർഡ് ഉണ്ട്, നമുക്ക് മെഡിസിൻസ് ഒക്കെ വെക്കാനുള്ളത് കേട്ടോ. എന്തായാലും റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ല, എന്തായാലും ലക്ഷറി റൂം. മാഷാ അല്ലാഹ് നമുക്ക് കിട്ടിയല്ലോ. ഇനി പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഞങ്ങൾ സാധനം എടുത്ത് വരട്ടെ? അല്ല, കുറച്ച് കഴിയണോ? അല്ല, ഇത് ഇവരും ഇനി എടുത്തോണ്ട് വരില്ലേ? എടുത്തോണ്ട് വരും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂം. അപ്പോൾ റൂം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇന്ന് 2 ഇതുകൊണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലേ, കൂടുതൽ ഉണ്ടോ? റൂമിൽ കയറുന്നവരെ ഈ വീഡിയോ എടുക്കാന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് റൂം കിട്ടാൻ ഇപ്പോൾ ഏകദേശം 3:40 ആയിട്ടുണ്ട്. ഉമ്മയും ഒക്കെ ഉണ്ട്. പിന്നെ റമീസും ഓലൊക്കെ ഉപ്പയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓലൊക്കെ ഇപ്പോൾ എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ രാവിലെയാണ് സിസേറിയൻ പറഞ്ഞത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഉമ്മയും കുഞ്ഞും ഒക്കെ നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇരിക്കട്ടെ. അല്ലേ കുഞ്ഞോ? എനിക്ക് എന്താ നമ്മളെ വീഡിയോ കാണുന്നവരോട് പറയാനുള്ള? എല്ലാവരും ദുആ ചെയ്യണമല്ലേ? ഒരുപാട് ആൾക്കാർ പല ദിക്റുകളും ഒക്കെ അയച്ചു തന്നിട്ട് അതൊക്കെ ചെല്ലിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ വീട്ടിലുള്ള ഒരാളെ പോലെ കാണുന്നതിലും നമ്മളെ പരിഗണിക്കുന്നതിലും സ്നേഹിക്കുന്നതിനും ഒക്കെ ഒരുപാട് സന്തോഷം. എല്ലാവരെയും നമ്മളൊരു സ്വന്തം കുടുംബക്കാരെ പോലെ തന്നെയാണ്. ചെറിയ കുറച്ച് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാണ്ട് 90% ആൾക്കാരും നല്ലത് പറയും. നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ അവരെ നോക്കിയാൽ പോരെ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നലെ ഭയങ്കര സങ്കടത്തിലായിരുന്നു പോയത്. ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഹാപ്പിയാണ്. സബൈൻ ഹോസ്പിറ്റലിലെ റൂം എങ്ങനെയുണ്ട്? സബൈൻ ഹോസ്പിറ്റലിലെ അടിപൊളി റൂമാണ് കേട്ടോ. ഇത് 4th ഫ്ലോറിൽ ഉള്ള റൂംസൊക്കെ അടിപൊളിയാണ്. ഇവിടെ പല കാറ്റഗറിയിലുള്ള റൂംസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഇത് പാക്കേജിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ റൂം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുപോലെ നോർമലായിട്ടുള്ള AC ഇല്ലാത്തതുകൊണ്ട് നോർമൽ റൂമുണ്ട്, വാർഡുണ്ട്, AC വാർഡുണ്ട്. അങ്ങനെ ഇൻഷാ അല്ലാഹ് സന്തോഷമായി. ഇപ്പോൾ ഒരു മനസ്സിനൊരു സമാധാനമായത് അല്ലേ? വാർഡിലാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ടെൻഷൻ. വാർഡിലാകുമ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവിലാണ് ഇവിടെ ഉള്ളത്. റൂം കിട്ടൂലെന്നുള്ളത്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആ ചെയ്യട്ടാ. ഓക്കെ, ബൈ.